രാജ്ഭവനിൽ നിന്നിറങ്ങി പഴയ രാജപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്ത രാജഭരണകാലത്തെ രാജാവെന്നാകാം ഗവർണറുടെ തോന്നൽ. ആരെയും ഭയമില്ല എന്ന് വീമ്പു പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ ബാനറുകളെ പോലും ഭയന്നു തുടങ്ങിയിരിക്കുന്നു. നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയിൽ പേടിയില്ലാതെ സഞ്ചരിക്കുന്ന ഗവർണർക്ക് ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉൾക്കൊള്ളാനാകുന്നില്ല. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഡിസംബർ 10 തിരുവനന്തപുരത്തായിരുന്നു ആദ്യ പ്രതിഷേധം. രണ്ടാം ദിവസം കരിങ്കൊടി കാണിച്ചപ്പോഴേ ഹാലിളകിയ ഗവർണർ തെരുവിലിറങ്ങി വിദ്യാർത്ഥികളെ അസഭ്യം പറഞ്ഞു. ഡൽഹിയിൽ RSS പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം പോലീസ് മേധാവിക്ക് കത്തയച്ചു. പ്രതിഷേധിച്ചാൽ ഇനിയും റോഡിലിറങ്ങുമെന്ന ഭീഷണിയും പ്രകോപനവും തുടർന്ന്. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതറിഞ്ഞ് കാലിക്കറ്റ് സർവകലാശാലയിൽ താമസിക്കണമെന്ന പ്രകോപനവും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സംഘപരിവാർ അനുകൂല സംഘടന നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ സ്വാഗതം ചെയ്തത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ മുദ്രാവാക്യവും അവരുയർത്തിയ ബാനറുകളുമായിരുന്നു. ഉടനെ ബാനറുകൾ നീക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. ഇത് അഴിച്ചുമാറ്റാൻ ബാധ്യതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഗവർണർ തട്ടിക്കേറി. അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ സെമിനാറിൽ പങ്കെടുക്കും. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് ക്യാമ്പസിൽ വൻ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു. സെമിനാറിൽ ഗവർണർ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ ഗസ്റ്റ് ഹൌസിലേക്ക് മാർച്ച് നടത്താനാണ് SFIയുടെ തീരുമാനം. ഉച്ചയ്ക്ക് നടക്കുന്ന പ്രതിഷേധത്തിൽ സുരക്ഷ കണക്കിലെടുത്ത് 2000 പോലീസുകാരെയാണ് സർവകലാശാലയിലും പരിസരത്തും വിന്യസിപ്പിച്ചിട്ടുള്ളത്. സർവകലാശാലയുടെ സെനറ്റിലേക്ക് RSS പട്ടിക എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. അതിനുത്തരം പറയാൻ ബാധ്യതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ ചാൻസലർ വിദ്യാർത്ഥികളെ വിളിച്ചത് ക്രിമിനലുകൾ എന്നാണ്. രാഷ്ട്രപതിയോട് മാത്രം മറുപടി പറയാൻ ബാധ്യതയുള്ളൂ എന്ന ഗവർണറുടെ വാദം നിയമ വിദഗ്ധർ വരെ തള്ളിക്കഴിഞ്ഞു. സാങ്കേതികപരമായി അങ്ങനെയെങ്കിലും കേരളത്തിന്റെ പ്രഥമ പൗരനായിരിക്കുന്നിടത്തോളം കേരളത്തോട് മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഗവർണർക്കുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ജന്മിത്തത്തിന്റെയും കിരാത വാഴ്ചകൾക്കെതിരെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയ നാടാണിത്. കേരളത്തിന്റെ സമരച്ചൂട് ഇവിടെ തൊട്ടറിയാം. ഈ മണ്ണിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഗവർണർക്കത്ര ഭൂഷണമല്ല. കേരള ഗവർണറെ പോലുള്ളവരല്ല ഗവർണർ പദവിയിൽ ഇരിക്കേണ്ടതെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി RF നരിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൂടി ഓർമ്മിക്കണം. ഒരു സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിലാണ് താനെന്ന മട്ടിലുള്ള പ്രവർത്തനം ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്.